ഹായ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ലിസി കെ വൈദ്യൻ. ആദ്യമായിട്ട് കഴിഞ്ഞ ഫെബ്രുവരി 14 പുൽവാമയിൽ നമ്മുടെ ജവാന്മാർ കൊല്ലപ്പെട്ടു. അവർക്കായിട്ട് ഒരു പ്രണാമം അർപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സെൻസിറ്റീവ് സ്കിന്നിന് ഒത്തിരിയും പേര് ചോദിച്ചിട്ടുണ്ട്. മെയിൻലി രമ്യ, ഹബിഷ, സലിന തുടങ്ങിയ ഒത്തിരിയും പേര് ചോദിച്ചിട്ടുണ്ട്. സെൻസിറ്റീവ് ആൻഡ് ഡ്രൈ സ്കിന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടിയാണ് ഈ വീഡിയോ. നിങ്ങളിത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ സെൻസിറ്റീവ് സ്കിൻ എന്താണെന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പിന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സ്കിൻ ടൈപ്പാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കിന്ന് വളരെ ലോലമായ സ്കിന്നാണ് സെൻസിറ്റീവ് സ്കിന്നുകാരുടെ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചൂടും ഇവരുടെ സ്കിന്നിന് സഹിക്കാൻ പറ്റില്ല, തണുപ്പും സഹിക്കാൻ പറ്റില്ല, പൊടി തുടങ്ങി ഒന്നും ഇവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇവരുടെ സ്കിന്നിന്. അതാണ് മെയിൻ പ്രോബ്ലം. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ ഇപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ അല്ലെങ്കിൽ മറ്റേ നോർമൽ സ്കിന്നുള്ളവരൊക്കെ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതാദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുകയും മനസ്സിൽ ആക്കിയാൽ പോരാ, മനസ്സിൽ ഗ്രഹിക്കണം. എന്നാലാണ് അതനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്നോ, ഈ കൊച്ചു പിള്ളേർ ഒരു 15-17 വയസ്സിലൊക്കെ ആണല്ലോ നമുക്ക് ഈ ബ്യൂട്ടി കോൺഷ്യസ് വരുന്നത്. അപ്പോൾ ഈ കൂട്ടുകാരുടെ കൂടെയൊക്കെ ബ്യൂട്ടി പാർലറിൽ പോവും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ ത്രെഡ് ചെയ്യുന്നു, ക്ലീനപ്പ് ചെയ്യുന്നു ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കും ഒരു ചെറിയ ആഗ്രഹം തോന്നും, എനിക്കിതൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങളവിടെ ഈ നിങ്ങളുടെ സ്കിന്നിനെ പറ്റിയുള്ള ആ ഇത് ചിന്ത വിട്ട് നിങ്ങളുടെ കൂട്ടുകാർ ചെയ്യണ പോലെ നിങ്ങൾ ചെയ്യാൻ പോയാൽ വലിയ ബുദ്ധിമുട്ടാവും. നമ്മുടെ പറയുകയാണെങ്കിൽ കയ്യിൽ പെടും. അതാണ് അവസ്ഥ. അത് കാരണം കൊണ്ട് നിങ്ങളുടെ സ്കിന്ന് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, നിങ്ങൾ വലിയ തണുപ്പ് അല്ലെ വലിയ ചൂട്, അതുപോലെ തന്നെ പൊടിയുള്ള സ്ഥലങ്ങൾ, ഇവിടെയെല്ലാം നിങ്ങൾക്ക് പോകാതെ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ഇവിടെയെല്ലാം നമുക്ക് പോകേണ്ടി വരും. അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം നിങ്ങൾ സ്കിന്നിനെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്കിൻ എന്താണെന്നറിഞ്ഞ് അതനുസരിച്ചുള്ള പിന്നെ വസ്ത്രങ്ങൾ ധരിക്കുകയും ഗ്ലാസ് വയ്ക്കുകയും ഹാറ്റ് വയ്ക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് മേക്കപ്പ് വേണ്ട. മേക്കപ്പൊക്കെ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കും. അതുപോലെ തന്നെ എനിക്ക് പാർലറുണ്ടായ കാലത്ത് ഈ സെൻസിറ്റീവ് സ്കിന്നുള്ള പിള്ളേർ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ കെയർ ചെയ്താണ് അവരെ വിടുന്നത്. ത്രെഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് സ്കിന്നങ്ങോട്ട് ബൾജ് ചെയ്തിട്ട് വല്ലാണ്ട് നമുക്ക് പേടിയാവും കണ്ടാൽ. അപ്പോൾ ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഐസ് വെച്ച് ഈ ഭാവമൊക്കെ അങ്ങോട്ട് തണുപ്പിക്കുക. ഐബ്രോസ് ചെയ്യുന്ന ഭാവമെല്ലാം അങ്ങ് തണുപ്പിച്ച് അതുപോലെ തന്നെ ത്രെഡും നനയ്ക്കും. എന്നിട്ടാണ് ഇവർക്ക് ത്രെഡ് ചെയ്യുന്നത്. എന്നാലും ഇവർക്ക് ബൾജ് ചെയ്ത് വരും. ഇത് ബ്യൂട്ടീഷ്യന്മാർക്കുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആണ് ഞാൻ അവരെ കെയർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സൊക്കെ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ റിമൂവർ ഒന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പോൾ തന്നെ അത് ബൾജ് ചെയ്യും, ആ ഭാഗം ബൾജ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ പ്രോബ്ലംസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പാർലറിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പറയണം എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണെന്ന്. എന്നാലാണ് അവർക്ക് നിങ്ങളെ പിന്നെ കൂടുതലായിട്ട് കെയർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ബ്യൂട്ടീഷ്യൻ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞാൽ ഒരു കുഴപ്പം നിങ്ങളുടെ സ്കിന്നിനുണ്ടേ, ഈ സ്കിന്ന് നമുക്ക് നേർക്കാഴ്ചയിൽ നമുക്കൊന്നും തോന്നില്ല, നല്ല നോർമൽ സ്കിന്നായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ നമുക്കതറിയില്ല, പുറത്തൊരാൾക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പല കുട്ടികളും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഒരു സോപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ പിന്നെ ക്രീമോ ഒന്നും മുഖത്തിടാൻ പറ്റില്ല. ചിലർ പറയാറുണ്ട് പുറത്തോട്ട് വെയിലത്തോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് ചുട്ടു പൊള്ളും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു കുട്ടി പറയണതാണ് മുളകരച്ച് തേച്ച പോലെ ചുട്ടുപൊള്ളുമെന്ന്. അത്രയും ബുദ്ധിമുട്ടാണ് ഈ സ്കിൻ ടൈപ്പ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതനുസരിച്ച് വീണ്ടും ഞാൻ പറയുകയാണ്, അതനുസരിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്നിനെ കെയർ ചെയ്യണം. അപ്പോൾ ഇനി പിന്നെ പലരും ഇങ്ങനെ പാക്ക് ചോദിച്ചിട്ടുണ്ട്,
മോയ്സ്ചറൈസർ ഏതാ ഇടണേന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്താലുള്ളൊരു കുഴപ്പം, ചിലപ്പോൾ നിങ്ങൾക്കത് അലർജി ഉണ്ടാവും. ഒരാൾക്ക് അലർജി ഇല്ലാത്തത് മറ്റൊരാൾക്ക് അലർജി ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് മുഖത്ത് അപ്ലൈ ചെയ്താലും ടെസ്റ്റ് ചെയ്തിട്ടേ അപ്ലൈ ചെയ്യാവൂ. നിങ്ങൾ ടെസ്റ്റ് ചെയ്യാണ്ട് ഒന്നും നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല. അതാണ് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുമ്പോൾ മോയ്സ്ചറൈസറും പിന്നെ സൺക്രീം ലോഷനും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേങ്കിൽ അതും നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. മോയ്സ്ചറൈസർ ആണെങ്കിൽ വാട്ടർ ബേസ്ഡ് ഉണ്ട്, അതുപോലെ എല്ലാം നമുക്ക് വാട്ടർ ബേസ്ഡ് കിട്ടും, അവൈലബിൾ ആണ്. അതായിരിക്കും കുറേ കൂടെ നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. വേറൊരാൾക്ക് നിങ്ങൾക്ക് ഏതാണ് അലർജി എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ സ്വയമായിട്ട് ടെസ്റ്റ് ചെയ്ത് ഇന്ന ക്രീം എനിക്ക് അലർജിയാണ്, ഇന്ന മോയ്സ്ചറൈസർ എനിക്ക് അലർജിയാണെന്ന് നിങ്ങൾ സ്വയമായിട്ട് കണ്ടുപിടിക്കണം. പിന്നെ മോയ്സ്ചറൈസർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. വേറെ ഒന്നുമല്ല, ഫ്രൂട്ട് ജ്യൂസാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഫ്രൂട്ട് ജ്യൂസിൻ്റെ കൂട്ടത്തിൽ ഗ്ലിസറിൻ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഫ്രൂട്ട് ജ്യൂസും 1 ടേബിൾ സ്പൂൺ ഗ്ലിസറിനും, ഇത് രണ്ടും നിങ്ങൾക്ക് ചേർത്ത് മോയ്സ്ചറൈസർ ഉണ്ടാക്കാം. പക്ഷേങ്കിൽ അതിനൊരു കുഴപ്പം വരുന്നത്, ഏത് ഫ്രൂട്ടാണ് നിങ്ങൾക്ക് അലർജി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചിലവർക്ക് ഓറഞ്ച് ഇട്ട അലർജി ആയിരിക്കും, ടൊമാറ്റോ തേച്ച അലർജി ഉണ്ടാവും, ചിലവർക്ക് ബനാന അങ്ങനെ അത്രയും എനിക്ക് കേട്ടിട്ടില്ല, ചെറുനാരങ്ങ അലർജി ഉണ്ടാവും. അപ്പോൾ തണ്ണിമത്തൻ, ഏത് ഫ്രൂട്ടാണ് നിങ്ങൾക്ക് അലർജി എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസ് സെലക്ട് ചെയ്യാൻ. എന്നിട്ട് അതിൽ ഗ്ലിസറിൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറായി. അങ്ങനെ നമുക്ക് വീട്ടിൽ മോയ്സ്ചറൈസർ ഉണ്ടാക്കാം. അപ്പം ഞാൻ പലരും ഈ പാക്ക് ചോദിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങൾക്ക് 2-3 പാക്ക് പറഞ്ഞുതരാം. അത് മെയിനായിട്ട് ബനാന പാക്കാണ് നിങ്ങൾക്ക് ചേരുന്നത്. സെൻസിറ്റീവ് സ്കിന്നിന് ബനാന നന്നായിട്ട് ഒരു അര ബനാന എടുത്ത്, ഏത്തപ്പഴം നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് നിങ്ങൾക്കത് പാക്കായിട്ട് മുഖത്തിടാം. പിന്നെ അതുപോലെ തന്നെ സെൻസിറ്റീവ് ആൻഡ് ഡ്രൈ സ്കിന്നുള്ളവർ ഈ ബനാനയുടെ കൂട്ടത്തിൽ മിൽക്കും കൂടെ മിക്സ് ചെയ്യാം. പാലും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു പാക്ക് ക്യാരറ്റ് ഹണിയുമാണ്. ക്യാരറ്റ് ഒരു അര ക്യാരറ്റ് മതി, അത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് പാക്കായിട്ട് അപ്ലൈ ചെയ്യാം. ഇത്രയും നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിന്നുകാർക്കുള്ളതാണ്. അപ്പോൾ ഈ ക്യാരറ്റും ബനാനയും ഞങ്ങൾക്ക് അലർജി ഇല്ല, മാഡം പറഞ്ഞതാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങളത് ടെസ്റ്റ് ചെയ്യണം, അതിൽ യാതൊരു മാറ്റമില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ പാർലറിൽ, ബ്യൂട്ടി പാർലറിലൊക്കെ ഒത്തിരി പിള്ളേർ കല്യാണമൊക്കെ ആകുമ്പോൾ വന്ന് വളരെ വിഷമത്തോടു കൂടി അവർക്ക് ഫേഷ്യലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നത് സിൽവർ ഫേഷ്യലാണ്, ബ്ലോസത്തിൻ്റെ അരോമ മാജിക്കിൻ്റെ. അപ്പോൾ സിൽവർ ഫേഷ്യൽ ഈ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് അരോമ മാജിക്കിൻ്റെ സിൽവർ ഫേഷ്യൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് വളരെ എഫക്റ്റീവാണ്. നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് അവരുടെ സ്കിന്നിന് അതിനെ വല്ലാണ്ടൊന്നും അഫക്റ്റ് ചെയ്യില്ല. അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യണത്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയി നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഫേഷ്യൽ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ, തോന്നുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് സജസ്റ്റ് ചെയ്യുക, ഇങ്ങനെ ഒരു ഫേഷ്യൽ ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ നിങ്ങൾ പാക്ക് ഇടുമ്പോഴേ നമുക്ക് ഈ ഗോസ് വാങ്ങാൻ കിട്ടുമല്ലോ. ഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുറിഞ്ഞാലൊക്കെ കിട്ടുന്ന തുണിയുണ്ടല്ലോ, ഗോസ്, അത് വീതിയുള്ളതും കിട്ടും. അപ്പോൾ നിങ്ങൾ പാക്കൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഈ ഗോസ് നിങ്ങളുടെ മുഖത്തിട്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഈ പാക്ക് ഇടാം. അത് നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഈ ഞാൻ നേരത്തെ പറഞ്ഞ സിൽവർ ഫേഷ്യലിൽ എല്ലാം ചെയ്യുന്നത് ഈ ഗോസിൻ്റെ പുറത്താണ്. അപ്പോൾ ഇതും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫേഷ്യൽ ചെയ്യുമ്പോഴും പാക്ക് ഇടുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീൻ ലോഷന് ഒക്കെ അപ്പോൾ മോയ്സ്ചറൈസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പിന്നെ ഹൈഗ്രോസ്കോപ്പിക്കാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഈർപ്പം നിലനിർത്താൻ ഉള്ള മെറ്റീരിയൽ ഇൻഗ്രീഡിയൻസാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ മാത്രമല്ല ഫാറ്റ് അധികമില്ല, വാട്ടർ ബേസ്ഡ് വാട്ടറാണ് അതിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് പറയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ഈ മോയ്സ്ചറൈസറൊക്കെ നിങ്ങൾ പെർഫ്യൂംഡ് ഉള്ള മോയ്സ്ചറൈസറൊന്നും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. പെർഫ്യൂംഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അങ്ങനെയുള്ള ഐറ്റംസാണ് നിങ്ങൾക്ക് കൂടുതൽ അലർജി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ മോയ്സ്ചറൈസർ തന്നെ പെർഫ്യൂം ഇല്ലാത്തത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഒരു പാക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് നമ്മുടെ സ്വന്തം തേങ്ങാവെള്ളമാണ്. തേങ്ങാവെള്ളം നമ്മളെല്ലാവരും ഉടച്ച് വെറുതെ കളയാറാണ് പതിവ്. അപ്പോൾ നിങ്ങളിതൊരു പാത്രത്തിൽ, ഒരു കുപ്പിയിലോ ഒരു അടപ്പുള്ള പാത്രത്തിലോ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് നിങ്ങൾക്ക് വൈറ്റനറാണ്, ടോണറാണ്, മോയ്സ്ചറൈസറാണ്, എല്ലാമാണ്. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് ഒരു കോട്ടണിൽ മുക്കി മുഖവും കഴുത്തൊക്കെ തുടച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എന്നെ വാച്ച് ചെയ്യുമ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.